നമസ്കാരം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള തീപാറുന്ന T20 പരമ്പരയ്ക്ക് അടുത്ത ചൊവ്വാഴ്ച ഇപ്പോൾ കട്ടക്കിൽ തുടക്കമാവുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാത്രി 7 മണി മുതലാണ് മത്സരമുള്ളത്. 5 T20കളുടെ പരമ്പരയിലാണ് ഇരു ടീമുകളും കൊമ്പുകോർക്കുക എന്ന് പറയുന്നു. ICCയുടെ T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യക്ക് മികച്ച തയ്യാറെടുപ്പ് കൂടിയാവും ഈ പരമ്പര. സൂര്യകുമാർ യാദവിനു കീഴിൽ തന്നെ ശുഭ്മൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിലനിർത്തിയാണ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. വിജയത്തോടെ തന്നെ ദൈർഘ്യമേറിയ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാവും ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമെന്നും പറയുന്നു. T20 പരമ്പരയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള 15-അംഗ സ്ക്വാഡിലെ 4 പേർക്ക് ആദ്യ കളിയിൽ ബെഞ്ചിലായിരിക്കും സ്ഥാനം എന്നുകൂടി പറയുന്നുണ്ട്. അവസരം കിട്ടാതെ ആദ്യ കളിയിൽ തഴയപ്പെടാൻ സാധ്യതയുള്ള ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കട്ടക്കിൽ ആദ്യ T20യിൽ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സ്ഥാനം നഷ്ടമായേക്കാവുന്ന ആദ്യത്തെ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള സഞ്ജു സാംസൺ ആണ് എന്നാണ് പറയുന്നത്. നേരത്തെ ശുഭ്മൻ ഗില്ലിന്റെ പരിക്ക് കാരണം തന്നെ പരമ്പരയിൽ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ വീണ്ടും ഓപ്പണറായി നറുക്കു വീഴുമെന്ന് എല്ലാവരും കരുതിയതും ശുഭപ്രതീക്ഷയിലായിരുന്നതും സഞ്ജുവിന്റെ കാര്യത്തിലായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഗിൽ ടീമിൽ കയറിപ്പറ്റിയതോടെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണ് എന്ന് കൃത്യമായി പറയാനും സാധിക്കും. BCCIയുടെ മെഡിക്കൽ ടീമിന്റെ ഭാഗത്തു നിന്നും ഗില്ലിന് ക്ലിയറൻസും ലഭിച്ചു കഴിഞ്ഞുവെന്ന് പറയാം. ഇതോടെ മുഴുവൻ മത്സരങ്ങളിലും അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സഞ്ജുവിന് 8ന്റെ പണിയാണ് ഇത് കാരണം കിട്ടിയിരിക്കുന്നത് എന്നും പറയുന്നു. പരമ്പരയിൽ ഇനി അദ്ദേഹത്തിന് എല്ലാ മത്സരങ്ങളിലും പ്ലേയിങ് 11-ൽ തന്നെ അവസരം ലഭിച്ചേക്കില്ല എന്നും പറയുന്നുണ്ട്. പകരം ജിതേഷ് ശർമ്മയാകും നറുക്കു വീഴ്ന്നേക്കുക. 5 മുതൽ എവിടെ വരെയെങ്കിലും ബാറ്റ് ചെയ്യാനും ഫിനിഷറായി കസറാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. ഹാർദിക് പാണ്ഡ്യ 5-ാം നമ്പറിലും ശിവം ദുബെ തൊട്ട് താഴെയും കളിക്കുകയാണെങ്കിൽ 7-ാമനായിട്ടായിരിക്കാം ജിതേഷ് ക്രീസിൽ എത്തുക എന്ന് പറയുന്നു. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്ലാനും ഇത് തന്നെയാണെന്ന് പറയുന്നു. മധ്യനിരയിൽ സഞ്ജുവിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഓസ്ട്രേലിയയുമായുള്ള അവസാനത്തെ T20 പരമ്പര ഇപ്പോൾ നിൽക്കുന്ന സൂചനകൾ കൂടി തരുന്നത്. അന്ന് ആദ്യ മത്സരത്തിൽ മാത്രമേ സഞ്ജുവിന് പ്ലേയിങ് 11-ൽ ഇടം ലഭിച്ചിട്ടുള്ളൂ എന്നുകൂടി പറയുന്നുണ്ട്. തുടർന്നുള്ള T20കളിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയ ഗംഭീർ പകരം ജിതേഷിനെ കളിപ്പിക്കുകയായിരുന്നു എന്നുകൂടി എടുത്തു പറയുകയാണ്. ഈ സൗത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യത്തെ 2-3 മത്സരങ്ങളിൽ കോച്ച് ഇതുതന്നെ തുടർന്നേക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സഞ്ജു കഴിഞ്ഞാൽ ഇന്ത്യൻ T20 11-ൽ നിന്നും തെറിച്ചേക്കാവുന്ന അടുത്തയാൾ എന്ന് പറയുന്നത് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറാണ്. ഗംഭീറിന് പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹമെങ്കിലും ടെസ്റ്റ് ഏകദിന പരമ്പരകളിൽ വാഷി നിരാശപ്പെടുത്തുകയാണ് എന്ന് പറയാം. അതിനാൽ അദ്ദേഹത്തിനെ ഒഴിവാക്കി അക്ഷർ പട്ടേലിനാകും ഇന്ത്യ കളിപ്പിച്ചേക്കുക എന്നുകൂടി പറയുന്നുണ്ട്. ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കാൻ ഇടയില്ലാത്ത മറ്റു 2 താരങ്ങൾ പേസ് ജോഡികളായ അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയുമാകാം. കാരണം ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ഹർദിക്കിനെയും ദുബെയെയും മറ്റ് പേസർമാരെയും ഉപയോഗിക്കാനാകും ഗംഭീറിന്റെ പ്രധാന പ്ലാൻ എന്നുകൂടി പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ 8-ാം നമ്പർ വരെ ടീമിന് ബാറ്റിംഗും സൂപ്പർ സ്പിൻ ജോഡികളായ കുൽദീപ് യാദവിനെയും വരുൺ ചക്രവർത്തിയെയും ഒക്കെ ഒരുമിച്ചിറക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്.